ഒരുപക്ഷെ മംഗലാപുരത്ത് കൂടിയ ഒരു വലിയ ബൃഹത്തായ പരിപാടി അവിടെ ആസൂത്രണം ചെയ്യുകയുണ്ടായി. അതിന് അന്ന് നേതൃത്വം കൊടുത്തത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ശ്രീ PV മോഹനും, അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാന തീർത്ഥ സ്വാമിജിയുമാണ്. അവിടെ ബഹുമാന്യനായ കർണാടകയുടെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്ത അതിഗംഭീരമായ ഒരു പരിപാടി അവിടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് 30,000-ത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ പരിപാടിക്കാണ് അവിടെ നേതൃത്വം. അപ്പോൾ തീർച്ചയായും നമുക്കും അതുപോലെ ഒരു പരിപാടിക്ക് രൂപം കൊടുക്കണം. അത് രൂപം കൊടുക്കണം എന്ന് തീരുമാനം എടുക്കുന്ന അവസരത്തിൽ അത് കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആകട്ടെ എന്ന ഒരു പരിപാടിയാണെന്ന് ഇട്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാലിന്റെ പ്രത്യേക താല്പര്യം ആ കാര്യത്തിൽ ഉണ്ട്. അദ്ദേഹം ആ താല്പര്യം പ്രകടിപ്പിച്ചതനുസരിച്ചാണ് എന്നോട് തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം, ചുമതല നോക്കണം എന്ന് പറയുകയും ഞാനിവിടെ കൊല്ലത്ത് ഒരു ദിവസം എത്തിച്ചേർന്ന് ഞാനും സ്വാമിജിയും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എത്തിച്ചേർന്ന് ചെറിയ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തുകയുണ്ടായി. അതിനുശേഷം ഉള്ള സംഘാടകർ എന്നുള്ള നിലയിൽ ഇന്നിപ്പോ വിവിധ ജില്ലകളിൽ നിന്നും കോട്ടയത്ത് നിന്നും ശ്രീ നാട്ടകം സുരേഷും, അതുപോലെ പത്തനംതിട്ട DCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രൊഫസർ സതീഷ് കുച്ചൂറമ്പിൽ അടങ്ങുന്ന നിരവധി നേതാക്കന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെ നല്ലവരായ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വെള്ളവസ്ത്രത്തിനിടയ്ക്ക് ഒരു കാഷായം വന്നു കയറിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു തോന്നലുണ്ടാകാം. കാലഘട്ടത്തിനനുസൃതമായി വെള്ളയിൽ ചിലപ്പോൾ നമ്മൾ കാഷായം പൂശേണ്ടി വരും. ഒരു മഹാസമ്മേളനം കേരളത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏവർക്കും ഇതിനോടകം അറിവുണ്ടായിട്ടുണ്ടാകും. ഗാന്ധിജി ഗുരു സമാഗമം നടന്നിട്ട് 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഭാരതത്തിലും വെളി രാഷ്ട്രങ്ങളിലും നാരായണ ഗുരു ഗാന്ധിജി സമാഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും യോഗങ്ങൾ നടന്നു വരികയാണ്. ആ സന്ദർഭത്തിലാണ് കർണാടകത്തില് ഇതുപോലുള്ള ഒരു സന്ദർഭം ഉണ്ടാകുവാൻ കാരണമായത്. നിങ്ങൾ അറിയണം എന്താണ് ഇതിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും അറിയണം. കർണാടകത്തിലെ MLC ആയിരിക്കുന്ന ശ്രീ ഹരിപ്രസാദും PV മോഹൻ അവറുകളും ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ശിവഗിരി മഹാസമാധി സന്ദർശിച്ച സന്ദർഭത്തില് ഞാനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ സന്ദർഭമാണ് ഈ മഹാസമ്മേളനത്തിന്റെ ഒരുക്കം രൂപപ്പെട്ടത്. കർണാടകത്തിലെ പശ്ചാത്തലം മനസ്സിലാക്കി 119 വർഷങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരു കർണാടകത്തിൽ എത്തുകയും മംഗലാപുരത്ത് ഒരു ഗോകർണേശ്വരനാഥ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷം നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ പിന്നീട് ആധികാരികമായി നടന്നില്ല എന്ന മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അന്ന് ശ്രീമാൻ ഹരിപ്രസാദ് അവറുകളും PV മോഹനും ഞാനും കൂടിച്ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു കർണാടകത്തിലെ ഈഴവ, വില്ലവ, ഈടിക, തീയ, നമ്മളിവിടെ ഈഴവരെന്ന് പറയുന്നത് അവിടെ 4 വിഭാഗമാണ്. ഈഴവ, വില്ലവ, ഈടിക, തീയ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന സാമുദായിക അംഗങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടി പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നാരായണ ഗുരുവും ഗാന്ധിയും 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമാഗമനത്തെ ആസ്പദമാക്കി, എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യബോധം ഇല്ല എന്ന് സമൂഹത്തിൽ വരണമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സന്ദർഭത്തില് സർവമത സമ്മേളനവും അതോടനുബന്ധിച്ച് നാരായണ ഗുരുവിന്റെ പരിനിർവാണവും കർണാടകമായതുകൊണ്ട് യതി പൂജയും ആവശ്യമാണ് എന്ന് നിശ്ചയിച്ച് 4 പ്രോഗ്രാമും കൂടി അവിടെ ഒന്നിച്ചു തന്നെയാണ് നടത്തിയത്.